നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് താര സരുവിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണം. താരയ്ക്ക് മനസ്സിലായി ഇനി ഈ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ തന്റെ ജീവൻ ഇവളെടുക്കും. കല്യാണിയെ കൊല്ലാനായിട്ട് ഒരിക്കലും താരയ്ക്ക് സാധിക്കുമായിരുന്നില്ല. എങ്ങനെ കൊല്ലാനാ? സ്വന്തം മകളെക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ട് കല്യാണിയെ. അപ്പൊ പിന്നെ താരയോട് പറഞ്ഞ താര അനുസരിക്കോ? താര പ്രസവിച്ചിട്ടില്ലെന്നുള്ളൂ. സ്വന്തം മകളെ പോലെയാണ് കല്യാണിയെ കാണുന്നത്. അതുപോലെ തന്നെയാണ് കല്യാണിക്ക് തിരിച്ചും. അപ്പൊ അത്ര സ്നേഹമുള്ള സ്ഥിതിക്ക് ഒരിക്കലും കല്യാണിയെ കൊല്ലാനായിട്ട് താരയ്ക്ക് സാധിക്കില്ല. പക്ഷെ അത് മനസ്സിലാക്കാതെ പോയ ആള് സരയുവാണ്. സരയുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇടിവെട്ട് പണി തന്നെയാണ് സരയുവിന് കിട്ടുന്നത്. സരയു വിചാരിച്ചുകൊണ്ടിരുന്ന തന്റെ പെറ്റമ്മയല്ലേ, താൻ പറഞ്ഞാൽ ഉടനെ അങ്ങോട്ട് അവരനുസരിക്കും. കല്യാണിയെ ഇല്ലാതാക്കും. തനിക്ക് കിരണ് സുഖമായിട്ട് ജീവിക്കാന്ന് മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ഒടുവിൽ ശാരി പറഞ്ഞു, മോളെ ഇനിയിപ്പൊ താരയെ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, താര എങ്ങോട്ട് പോയി എന്നൊരു ചോദ്യം ഉണ്ടാവും. കിരണും കല്യാണിയൊക്കെ താരയെക്കുറിച്ച് അന്വേഷിക്കും. എങ്ങാനും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും സരയു പറഞ്ഞു, അവരാ സമയത്ത് അങ്ങോട്ടേക്ക് വരാത്ത നന്നായി. വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കത്ത് അവരുടെ കയ്യിൽ കിട്ടിയാനും. എനിക്ക് എഴുതി വെച്ച കത്ത് അങ്ങനെ കിട്ടിയായിരുന്നു. അവർ സത്യങ്ങളൊക്കെ മനസ്സിലാക്കും. അല്ല മോളെ, ഇനി എങ്ങാനും താരയെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താര എങ്ങോട്ടാ പോയെന്നറിയില്ല. കണ്ടെത്തി കഴിഞ്ഞ ഉറപ്പായിട്ടും താര പറയാതിരിക്കുവോ? താര വീട് വിട്ടു പോയതിന്റെ കാരണം എന്താന്ന് നീ ഇനിയിപ്പം അവരോട് ഈ കാര്യങ്ങൾ പറയാതിരുന്നു വെച്ചോ. താരയെ കാണുന്നില്ലെന്ന് നിനക്ക് പറയണം. പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരടങ്ങിയിരിക്കില്ല. അവരൊന്നെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും, കണ്ടില്ലെന്നും പറഞ്ഞോണ്ട്. പിന്നെ നിനക്ക് താരനെ കാണാതെ വരുമ്പം വിഷമമില്ലെന്ന് കണ്ട അവർക്ക് സംശയം തോന്നത്തില്ലേ? സരയു പറഞ്ഞു, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് സരയു വീട്ടിലേക്ക് വന്നിട്ട് കല്യാണിയെ വിളിക്കുവാണ്. കല്യാണിയെ വിളിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അമ്മയെ കണ്ടില്ലെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ കല്യാണിയും കിരണും കൂടെ അങ്ങോട്ടേക്ക് പാഞ്ഞു വരുവാണ്. പാഞ്ഞു വന്നിട്ട് സരയുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഏതാ എനിക്കറിയില്ല, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കണ്ടില്ല, അതാ നിങ്ങളെ ഞാൻ വിളിച്ചതെന്നൊക്കെ പറഞ്ഞൊരു കള്ളക്കരച്ചിലൊക്കെ അങ്ങോട്ട് കരയുക, അഭിനയിച്ച് തകർക്കുക. അതറിഞ്ഞ് കഴിഞ്ഞപ്പോ കിരണൊക്കെ ടെൻഷനായി. അല്ലെങ്കിൽ തന്നെ കുറെ ദിവസങ്ങളായിട്ട് ഒരു മാനസിക സമ്മർദ്ദത്തിലായിരുന്നു താര എന്നുള്ള കാര്യം അവർക്കറിയായിരുന്നു. സരയു പറഞ്ഞു, എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല, അമ്മ എങ്ങോട്ടാ പോയെന്ന് പോലും അറിയത്തില്ല. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പറഞ്ഞിട്ടാ പോവാറുള്ളത്. ഞാൻ കരുതി ആദ്യം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കാണുമെന്ന്, അതുകൊണ്ടാ അങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, എനിക്കറിയില്ല, അവിടെ വന്നില്ല. ഒടുവില് കിരണും കല്യാണിയൊക്കെ അന്വേഷിക്കുന്നുണ്ട് താര പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ. ചന്ദ്രസേനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ അവിടേക്ക് ചെന്നിട്ടില്ലെന്ന് പറഞ്ഞു. സാധാരണ അവിടേക്കാണ് പോവാറൊക്കെ ഉള്ളത്. ചന്ദ്രസേനും രൂപയ്ക്കും എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി. താര ഇത് എവിടേക്ക് പോയതാ, ഇനിയിപ്പോ എങ്ങോട്ടേലും ഇറങ്ങിപ്പോയി കാണോ? സരയു പറഞ്ഞു, എന്നാലും അമ്മ എന്നോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു, എനിക്ക് എന്റെ അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അഭിനയം കാഴ്ചവെക്കുക. കിഴൻ പറഞ്ഞു, നീ ഒന്ന് സമാധാനിക്ക് സരയു, എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടെത്താന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. സരയു ഉള്ളാലെ ചിരിക്കുകയാണ്. പിന്നീട് കാണാന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സി ഐ മാർട്ടിനെ വിളിച്ച് കിരൺ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തന്റെ ആന്റിയെ കാണാനില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ സി ഐ അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ രതീഷിന് സംശയമായി. രതീഷ് പറഞ്ഞു, അങ്ങനെ താരാന്റിയുടെ അടുത്തേക്കെങ്കിലും പോകുമോ? അതും ഇപ്പം സരയു കൂടെയുള്ള സമയത്ത്. പോവാനായിരുന്നെങ്കിൽ നേരത്തെ അവർക്ക് പോവായിരുന്നു. ഇതിന് പിന്നിൽ എന്തോ ഒരു ചതിയുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് കിരൺ സാറേ. ആ സരയു അവളെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കേണ്ട. ഇനിയിപ്പൊ അവള് വല്ല കൊന്നിട്ട് വല്ലയിടത്തും താത്തിയിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, ഏയ് അങ്ങനെ വരാൻ വഴിയില്ല, അവൾ അങ്ങനെ ചെയ്യുവോ? ഒരിക്കലും അങ്ങനെയും ചെയ്യത്തില്ല. അവളുടെ പെറ്റമ്മയല്ലേ. പോരാത്തതിന് ഇപ്പൊ അവര് തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നല്ലോ. ആന്റിയുടെ ഉള്ളിൽ എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതെന്താന്നറിയില്ല. അത് കേട്ടപ്പം കാദംബരി പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ ഇനി ഇപ്പൊ സരുവിനെ കുറിച്ചുള്ള ടെൻഷനാണോന്ന് അറിയില്ലല്ലോ. എന്തൊക്കെയോ കാര്യങ്ങൾ അവര് മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് സരുവിന്റെ കാര്യങ്ങളാണല്ലോ. അങ്ങനെ എന്തേലും ആണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. പക്ഷെ കിരണും കല്യാണിക്ക് അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സരുവിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അത്ര നല്ല ഓസ്കാർ അഭിനയമാണ് സരു കാഴ്ചവെച്ചുകൊണ്ടിരിക്കണേ. അമ്മ പോയാല് മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ള പോലെയൊക്കെ സരു നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പം ശാരി അങ്ങനെ ഡിസ്ചാർജ് ചെയ്തു. സരു വീട്ടിലേക്ക് പോരുകയും ചെയ്തു. ശാരിക്ക് വല്ല കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് താരയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ താര എവിടെയാന്നുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കല്യാണിക്കും ഭയങ്കര ടെൻഷനായി.
എന്താ ഏതാ ഒന്നും അറിയത്തില്ല. താരാൻറ്റിയുടെ മനസ്സിലെ വിഷമം കണ്ടെത്താനും പറ്റിയില്ല. ഒരുപക്ഷെ ആ സങ്കടം എന്താണെന്ന് അറിയുമായിരുന്നെങ്കിൽ താരാൻറ്റി പോവില്ല എന്ന് കല്യാണിക്ക് തോന്നി. ഈ സമയം മനോഹറിന് പരോള് കിട്ടുന്നുണ്ട്. കുറച്ചു ദിവസം മനോഹറിന് പുറത്തു വരാം. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം മനോഹറിനോട് പറഞ്ഞു, എടാ സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ, ഇനിയിപ്പം നിനക്ക് ചെന്നിട്ട് നിന്റെ ഭാര്യയോടും മകളോടൊപ്പം കഴിയാം. കാരണം ഇപ്പം സരിയു പഴയതുപോലെ ഒന്നും അല്ലല്ലോ, നിന്നോട് സ്നേഹത്തിലൊക്കെ ആണല്ലോ. മനോഹർ പറഞ്ഞു, അതെ പ്രകാശനങ്ങളെ, ഇനി എനിക്ക് ആ ഒരു സന്തോഷമുണ്ട്. എനിക്ക് എൻ്റെ മോളെ കാണാം, മോളോടൊപ്പം കഴിയാമെന്നൊരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷത്തിൽ നാളെ ഞാൻ പുറത്തിറങ്ങണേന്ന് പറഞ്ഞു. പ്രകാശം പറഞ്ഞു, ആ പോയി എന്താണെങ്കിലും കുറച്ച് ദിവസം സന്തോഷിച്ചിട്ട് വാ. പിന്നെ ഒരു കാര്യമുണ്ട്, മക്കളെയൊക്കെ വളർത്തുമ്പോൾ നല്ല രീതിയിൽ തന്നെ വളർത്താൻ നോക്കണം. അല്ലാതെ ഞാൻ എൻ്റെ വിക്രത്തിനെ വളർത്തിയ പോലെ ആയിരിക്കരുത്. അത് സരുവിനോടൊക്കെ പ്രത്യേകിച്ച് പറയണം. എൻ്റെ വിക്രത്തിനെ ഞാൻ തല്ലി വളർത്താത്തതിൻ്റെ കുറവുണ്ടായിരുന്നു, എനിക്ക് തെറ്റുപറ്റിയതാ. പക്ഷെ ഇനി അങ്ങനെ ആർക്കും സംഭവിക്കരുത്. അത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, എൻ്റെ മോളെ സരു എന്താണെങ്കിലും പൊന്നുപോലെ നോക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, കല്യാണിയും കിരൺ സാറും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കൂടി എൻ്റെ മോളെ നല്ലതായിട്ട് നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എടാ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമാണെങ്കിൽ കുറച്ച് ദിവസം മോൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നീ കൊടുക്കണം. അവളെ ഒരു കാരണവശാലും വേദനിപ്പിക്കാനൊന്നും പാടില്ല. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്ന പോലും എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നീട് മനോഹറിന് പരോള് കിട്ടുന്ന കാര്യമൊക്കെ സരു അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സരുവിൻ്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ടായി. അവൻ പരോളിന് ഇറങ്ങി വരട്ടെ, എന്നിട്ട് വേണം അവനിട്ട് പണി കൊടുക്കാനായിട്ട്. ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. നല്ല ഒന്നാം തരം പണി തന്നെയാ അവനിട്ട് കൊടുക്കുന്നത്. കാരണം അവൻ ഒറ്റയൊരുത്തനെ തൻ്റെ ജീവിതം നശിപ്പിച്ച് അവൻ തൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ. എന്നിട്ട് അവൻ പരോളിൽ ഇറങ്ങുന്നു. സ്നേഹം അഭിനയിച്ച് അവനെ വിളിച്ചു വരുത്തണം. പിന്നീട് മനോഹറിനെ സരയു കാണുന്നുണ്ട്. സരയു കണ്ടിട്ട് പറഞ്ഞു, അതെ വീട്ടിലേക്ക് പോരെ, പരോളിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേനും വീട്ടിലേക്ക് പോരെ, ഞാനും മോളും ഉണ്ടല്ലോ അവിടേക്ക് പോരെ. അപ്പം താര ഓൾറെഡി പോയല്ലോ, അപ്പം മോളെ ഞാൻ വിളിച്ചോണ്ട് വരാം എന്നൊക്കെ പറഞ്ഞു. മനോഹറിന് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ മനോഹർ പരോളിന് ഇറങ്ങിയിട്ട് സരയുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. മോളെ കണ്ടു കഴിഞ്ഞപ്പോൾ മനോഹറിന് ഭയങ്കര സന്തോഷമായി. മോളെ കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുക്കുന്നുണ്ട്. സരയുവിൻ്റെ സ്വഭാവത്തിന് നല്ല മാറ്റം ഉണ്ടായിരുന്നു. കിരണും കല്യാണിക്ക് ഇത് അറിഞ്ഞു മനോഹർ പരോളിന് ഇറങ്ങിയ കാര്യം സരയുവിനോടൊപ്പം വന്ന്. പിന്നീട് കിരണും കല്യാണിയും മനോഹറിനെ കാണാൻ വന്നു. കാണാൻ വന്നിട്ട് കല്യാണി പറഞ്ഞു, ഇനി കുറച്ചു കാലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നിന്റെ ശിക്ഷാവധി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിനക്ക് പുറത്തിറങ്ങി നല്ല സന്തോഷമായിട്ട് സരുവിനോടൊപ്പം ജീവിക്കാം. അതൊക്കെ സരുവിൻ്റെ ഒരു അഭിനയമാണ്. കാരണം മനോഹറിനെ വിളിച്ച് വീട്ടിൽ വരുത്തി അവനെ തീർത്ത് കളയുവാണെങ്കിൽ ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ നടത്താനായിട്ട്. അങ്ങനെയാണെങ്കിൽ തനിക്കിനി ഒരു തടസ്സങ്ങളും ഉണ്ടാകത്തില്ല. കല്യാണിയും കൂടെ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിരണിന്റെ ജീവിതത്തിലേക്ക് കയറിപ്പാം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ അവർ കല്യാണി കിരണ് നല്ല സന്തോഷത്തിലാണ്. കാരണം അവർക്കും ഒരു സംശയം തോന്നിയില്ല സരുവിൻ്റെ കാര്യത്തിൽ. സരുവിന് നല്ല മനമാറ്റമുണ്ട്. അത് മാത്രമല്ല, മനോഹറും സരിയും കൺമണിമോളുമായിട്ട് അവർ ഷോപ്പിങ്ങിനൊക്കെ പോയി. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ സരയുവിൻ്റെ ഉള്ളിലിരിപ്പ് ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സരയു ശാരിയെ പോയി കാണുന്നുണ്ട്. ശാരിയെ കണ്ട് ശാരിയോട് പറഞ്ഞു, ഞാൻ അവനെ തീർക്കുമേ, എനിക്കിനി അവനോടൊപ്പം ജീവിക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിലും അവനോടൊപ്പം ഒരിക്കലും ഒരു ജീവിതം ഞാൻ മോഹിച്ചിട്ടില്ല. അവനെ തീർക്കണം. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ വൈരാഗ്യം കിടപ്പുണ്ട്. ശാരിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. മോളെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല, എനിക്കറിയാം. അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 ദിവസമൊക്കെ വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കടന്നുപോയി. അപ്പം മനോഹർ വിചാരിച്ച സനുവിന് തന്നോട് ഭയങ്കര സ്നേഹമാണ്, പഴയതുപോലെയല്ല, കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാ. പിന്നീട് സരയു എന്ത് ചെയ്തു, മനോഹറിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ആഹാരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ മനോഹറിനെ കഴിക്കാനായിട്ട് വിളിച്ചു. മനോഹർ വന്ന് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിനകത്ത് മനോഹറിന് വേണ്ടിയിട്ട് കുറച്ച് വിഷമൊക്കെ കലർത്തിയിട്ടുണ്ടായിരുന്നു. അതും മനോഹറിന് അറിയത്തുണ്ടായിരുന്നില്ല. പതിവിലും വിപരീതമായിട്ട് ഭയങ്കര സ്നേഹപ്രകടനങ്ങളാണ് സരയു നടത്തിയത്. ഒടുവിൽ മനോഹറിന് ഫുഡൊക്കെ കൊടുത്തു. മനോഹറിനൊക്കെ ഫുഡൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ മനോഹർ കഴിക്കുകയാണ്. പക്ഷെ മോളോ അല്ലെങ്കിൽ സരയു ആ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിന് ഭയങ്കര നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. മനോഹർ എഴുന്നേറ്റ് ഇങ്ങനെ ഛർദ്ദിക്കാൻ തുടങ്ങുന്നത് തോന്നുമ്പോഴത്തേനും മനോഹറിന് അബദ്ധം മനസ്സിലായി. ഇവളെന്തോ തനിക്ക് കലക്കി തന്നിട്ടുണ്ടല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അത് അബദ്ധം മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ അവിടുന്ന് പെട്ടെന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുമ്പോഴത്തേനും സരയു അവനെ പിടികൂടുവാണ്. അങ്ങനെ ഉന്തും തള്ളുമൊക്കെ ആയി. ഒടുവിൽ മനോഹർ എന്ത് ചെയ്തു, സരുവിൻ്റെ പിടിയിൽ നിന്ന് അവിടുന്ന് പുറത്ത് കിടക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ അവൻ രക്ഷപ്പെടുകയില്ല എന്നൊക്കെ കണ്ടറിയണം. ഒരു പക്ഷേ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സരുവിൻ്റെ ചതിയെക്കുറിച്ചൊക്കെ കിരണിനും കല്യാണിയോടും പറയും. അപ്പം സരയുവാണ് എല്ലാത്തിനും പിന്നിൽ നിന്നുള്ള സത്യങ്ങൾ അവരറിയുകയും ചെയ്യും. അതും ഇനിയിപ്പം മനോഹരനെ അവൾ കൊലപ്പെടുത്തുമെന്ന് അറിയത്തില്ല. കൊന്നിട്ടുണ്ടെങ്കിൽ സരയു ആകത്താവുന്നുള്ള കാര്യം ഉറപ്പാം. ഇനിയിപ്പം മനോഹർ രക്ഷപ്പെട്ട് പുറത്തു വന്നാൽ ഉറപ്പായിട്ട് അവളുടെ ചതി പുറത്തു വരും. എന്താണെങ്കിലും സരുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഒടുക്ക സരുവിനെ ഗത്യന്തരം ഇല്ലാതെ വല്ല ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതിൻ്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.